ദൈവം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇഹത്തിലും പരത്തിലും ദൈവത്തിൽ സന്തോഷിക്കാനാണ്. അപ്പോൾ എൻ്റെ മക്കൾ മുന്നോട്ട് പോകുമ്പോൾ, ദൈവമായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രതികൂല കാലാവസ്ഥയിൽ കർത്താവിനെ പോലെ സന്തോഷിക്കാനും സംതൃപ്തി അടയുവാനും ആവശ്യമായ പരിശുദ്ധാത്മാവിനാൽ. അതാണ് ഈ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈശോ ഉണ്ടെങ്കിലും പിന്നെയും ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, എന്തിനാ പരിശുദ്ധാത്മാവ്, ഈശോ ഉണ്ടല്ലോ എന്ന് പറയും. ഇല്ലേ, എന്തിനാ പരിശുദ്ധാത്മാവ്, ഈശോ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കാനും നോക്കാനും അന്വേഷിക്കാനും ഈശോ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അറിയാമല്ലോ. സ്നേഹം, ആദിമസഭ എന്ത് രസകരമായിട്ടാണ് മനസ്സിലാക്കിയത്. കർത്താവ് എന്താ പറഞ്ഞത്? കൽപ്പനകൾ 10 കൽപ്പനകളെ 2ആയി ചുരുക്കാം, അല്ലേ? എല്ലാത്തിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ. അപ്പോൾ ഈശോ ഈ 10 കൽപ്പനകളെ 2ആയി ചുരുക്കിയിട്ട് ആദിമസഭ ഈശോനെ അനുഭവിച്ചപ്പോൾ ഈ കൽപ്പനകളെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് ആണ് അവരനുഭവിച്ചത്. കൽപ്പനകൾ നമ്മളിപ്പോൾ പെന്തക്കോസ്തയിലേക്ക് പോവുകയാണ്. അടുത്ത ആഴ്ചയിൽ നമ്മൾ പെന്തക്കോസ്ത 50-ാം പെരുന്നാൾ ആഘോഷിക്കുകയാണ് സഭ. എന്താ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്? ഈ കൽപ്പനകളുടെ പ്രായോഗിക തലങ്ങളിലുള്ളത് കൽപ്പനകൾ നിറവേറ്റാനും നിറവേറ്റിക്കൊണ്ട് വചനത്തിൻ്റെ ആത്മസംതൃപ്തി അടയുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് കൽപ്പനകളുടെ പ്രയോഗത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണെന്ന്. 10 കൽപ്പന ദൈവം സീനായ മലമുകളിൽ വെച്ച് നൽകുമ്പോൾ ഈശോയിലൂടെ നൽകപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഈ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു നിയമം അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയമല്ല ഇത്. നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ, ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളില്ലേ, അപ്പോൾ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ നമ്മൾ ആർക്കും അറിയത്തില്ല. വല്ലൊരു പോലീസുകാർ പിടിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇന്ന വകുപ്പ് വെച്ച് നമുക്ക് ശിക്ഷയും, പിന്നെ കോടതി ചെല്ലുമ്പോഴാണ് അയ്യോ ഞാനൊരു സമരത്തിന് പോയിട്ട് അവസാനം ഞാൻ ക്രിമിനൽ കേസിൽ പ്രതിയായി. കോടതി ചെല്ലുമ്പോഴാണ് അറിയണത് ഞാൻ ഇത് ഇവിടുന്ന് തടി ഊരാൻ പാടാണെന്ന്. ക്രിമിനൽ കേസിൽ പോലീസ് പെടുത്തിയിരിക്കുകയാണ്, ഇപ്പോഴും കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പീനൽ കോഡ് അനുസരിക്കുന്ന പോലെ അല്ല ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്. ദൈവകൽപ്പനകളിലെല്ലാം ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ പറയണത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ